മഹാരാഷ്ട്രയിലെ ഭീവണ്ടിയിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു. അവിടെ ഒരു ചെറിയ മതസമ്മേളനം നടക്കുന്നു. ആ മതസമ്മേളനത്തിന് പുറത്ത് ആൾക്കൂട്ടം കൂടുന്നു. അവർ പോലീസിനെ വിവരമറിയിക്കുന്നു. പോലീസ് എത്തി ആ മത പരിവർത്തന യോഗം നടത്തിയവരെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തപ്പോഴാണ് പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത്. അതിലൊരു വിദേശി ഉണ്ടായിരുന്നു. വെറും വിദേശിയല്ല, ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ്, ഉയർന്ന ഉദ്യോഗസ്ഥൻ. US ആർമിയുടെ മേജറായ ജെയിംസ് വാട്സൺ ആണ് പിടിയിലായിരിക്കുന്നത്. ബിസിനസ് വിസയിലാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. US ആർമിയുടെ 2ാം ബറ്റാലിയനായ 44ാം നമ്പർ ഡിഫൻസ് ആർട്ടിലറി എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ബുക്കുകളും മറ്റുമൊക്കെ എഴുതിയിട്ടുണ്ട് ഇദ്ദേഹത്തെയാണ് ഈ മഹാരാഷ്ട്ര സ്വദേശികളായ 2 പേരെ ഉൾപ്പെടെ താനെയിലെ കിരാനന്ദനി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തത്. പോലീസ് ഇയാളുടെ പക്കൽ നിന്നും ഈ മതഗ്രന്ഥങ്ങളും ലഘുലേഖകളും അടക്കം പിടികൂടിയിരുന്നു. അവിടെ ഇദ്ദേഹം പ്രസംഗിച്ചത് ഹിന്ദുമതം അന്ധവിശ്വാസം നിറഞ്ഞ ഒരു മതമാണെന്നും അതിൽ വിശ്വസിക്കുന്നവർക്ക് ഇനി അധികം ഭാവി ഇല്ല എന്നും ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് രോഗശാന്തി ഉൾപ്പെടെയുള്ളവ ഓഫർ ചെയ്തുകൊണ്ടാണ് ഈ മതസമ്മേളനം അവിടെ അരങ്ങേറിയത്. ഏതായാലും വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് പോലീസ് അവിടെ എത്തി ഇയാളിൽ നിന്ന് പിടിച്ചു. കാരണം വിദേശികൾക്ക് ഇവിടെ വന്ന് ഇത്തരത്തിൽ മതപരിവർത്തന യോഗങ്ങളും മറ്റും നടത്താൻ ഇപ്പോൾ അനുമതിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. മുൻപ് യഥേഷ്ടം കോൺഗ്രസിന്റെ കാലത്ത് യഥേഷ്ടം കയറി നിറങ്ങിയിരുന്ന ഒരു ഇടം കൂടിയായിരുന്നു ഇന്ത്യ. ഏതായാലും ഇപ്പോൾ ഇയാൾക്കെതിരെ BNS 299 302 പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കൂട്ടാളികളായ ഗണപതി സർഫെ, മനോജ് ഗോവിന്ദ് തുടങ്ങിയവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും അമേരിക്കൻ സൈനികർ തന്നെ ഇവിടെ വന്ന് മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇവിടെ കിടന്ന കുറച്ചു പേർ ഇന്ത്യ ക്രിസ്തുരാജ്യമാകുമെന്ന് തുള്ളുന്നത് അത് കണ്ടിട്ടാകണം. ഏതായാലും പോലീസ് കൈയോടെ പൊക്കി. ജനം വെറും മണ്ടന്മാരല്ല, ഇത്തരം കാര്യങ്ങൾ അവർ വളയും. ചിലപ്പോൾ പറ്റിയാൽ ഇതിനെതിരെ ഒരു പ്രതിരോധം ചിലപ്പോൾ തീർത്തു എന്നും വരാം. സ്വാഭാവികം മാത്രം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.